CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിലെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ സമർപ്പിച്ചത് 11,154 നാമനിർദ്ദേശ പത്രികകൾ. ഇവയുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിവരെ പത്രിക പിൻവലിക്കാം. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലും ബന്ധപ്പെട്ട പഞ്ചായത്ത് നഗരസഭാ ഓഫീസുകളിലും സ്ഥാനാർത്ഥി പട്ടിക പരസ്യപ്പെടുത്തും. തലയെടുപ്പോടെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ വീണ്ടും ഭക്തർക്കും ആനപ്രേമികൾക്കും കാഴ്ചവിസ്മയം പകരും. നവീകരിച്ച പ്രതിമയുടെ സമർപ്പണം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് സമർപ്പണം നിർവഹിച്ചു. ഗുരുവായൂരിൽ രാത്രി ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിൽ കറങ്ങി സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് ചൊവ്വലൂർ കിഴക്കേക്കുളം അബ്ദുൾ വഹാബ്. ദേശീയ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റിൽ വിജയക്കുതിപ്പ് തുടരാൻ കേരളത്തിന്റെ കായിക താരങ്ങൾ ഹരിയാനയിലേക്ക് യാത്ര തിരിച്ചു. കേരള ടീമിന്റെ പരിശീലനം നടന്നത് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്കിൽ. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിൽ ഓട്ടോ ടാക്സിയും കാറും കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. കാർ യാത്രക്കാരായ തൃശൂർ വടൂക്കര കറുകപ്പാടത്ത് മുഹമ്മദ് അലിയുടെ ഭാര്യ ഷീബ, മകൻ സുഹൈൽ, ഓട്ടോ ടാക്സി ഡ്രൈവർ കരിക്കാട് തറയിൽ ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. നമ്പഴിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സൗജന്യ തിമിരരോഗ നിർണയ ക്യാമ്പ് നടത്തി. പരിശോധനയിൽ തിമിരം സ്ഥിരീകരിച്ച 25 രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തും. വെള്ളാർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. നവംബർ 29-30 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. തൃശൂർ അതിരൂപത സീനിയർ CLCയുടെ കുടുംബ പ്രതിഷ്ഠാ പ്രയാണത്തിന് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ഇടവക സീനിയർ CLC യൂണിറ്റ് സ്വീകരണം നൽകി. ഷോർട്ട് സർക്യൂട്ട് മൂലം അഗ്നിക്കിരയായി നാശനഷ്ടങ്ങൾ സംഭവിച്ച കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മെയിൻ ഹാൾ ആധുനിക രീതിയിൽ നവീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു. ചൂണ്ടൽ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15ാമത് ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തിനിർഭരമായി നടന്നു. കാട്ടകമ്പാൽ YMCAയും കുന്നംകുളം ദയാ റോയൽ ആശുപത്രിയും ചേർന്ന് അത്യാഹിത ഘട്ടങ്ങളിൽ പ്രാഥമിക പരിചരണം നടത്തേണ്ടതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻ പള്ളിയിൽ നവംബർ 24-25 തീയതികളിൽ നടക്കുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയുടെ ചരിത്രഫലകം വികാരി ഫാദർ TC ജേക്കബ് അനാച്ഛാദനം ചെയ്തു. അഞ്ഞൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തോലിക്ക പള്ളിയിലെ വിശുദ്ധരുടെ തിരുനാൾ 8ാം ഇടത്തോടുകൂടി സമാപിച്ചു. കാട്ടകമ്പാൽ YMCAയുടെ നേതൃത്വത്തിൽ ബാലചിത്രരചനാ മത്സരം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.